കൈവിട്ടുപോയ കായിക ലോകം തിരിച്ചു പിടിക്കുന്ന 15 വീട്ടമ്മമാരെയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വോളിബോൾ പന്ത് വീണ്ടും കയ്യിലെടുത്തിരിക്കുകയാണ് ഊർജ്ജസ്വലതയോടെ ഇവർ. എല്ലാവർക്കും സ്കൂൾ പഠനകാലത്ത് സ്റ്റേറ്റ് പ്ലെയേഴ്സ് കൂടിയായിരുന്നു ആ ഒരു ചരിത്രം കൂടിയുണ്ട്. പാലക്കാട് കിഴക്കഞ്ചേരിയിൽ നിന്നാണ് ഈ കാഴ്ച. ഇതാണ് ഇന്ദ്രജ. ഓരോ ഷോട്ടിലും ഇപ്പോഴും കൃത്യത. വോളിബോളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് നാഷണൽ ലെവലിൽ കളിക്കാൻ അവസരം കിട്ടിയ താരം. അന്ന് പനി പിടിച്ച് ടീമിനൊപ്പം ചേരാൻ കഴിഞ്ഞില്ല. കടുത്ത നിരാശ ബാധിച്ചു. പിന്നീട് വിവാഹം കഴിഞ്ഞ് കോർട്ടിനോട് വിട പറഞ്ഞു. വോളിബോൾ കോർട്ടിലെ താരങ്ങളാകുമെന്ന് ഒരു കാലത്ത് പ്രതീക്ഷിച്ചിരുന്ന ഇങ്ങനെ 15 പേർ. പാലക്കാട് ജില്ലാ ടീമിനു വേണ്ടി സ്റ്റേറ്റ് ലെവലിൽ കളിച്ചവർ. അവരെല്ലാം ഇന്ന് വീട്ടമ്മമാരാണ്. പല കാരണങ്ങളാൽ പിന്തിരിഞ്ഞവരാണ്. അടങ്ങാത്ത ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ ലോകം മുഴുവൻ കൂടെ നിൽക്കുമെന്നല്ലേ? നീണ്ട 13 വർഷങ്ങൾക്ക് ശേഷം അത് സംഭവിച്ചു. കിഴക്കഞ്ചേരി എന്ന വോളിബോളിനെ സിരകളിൽ കൊണ്ടു നടക്കുന്ന ഗ്രാമം ഒത്തൊരുമയോടെ ആ സ്ത്രീകളെ വീണ്ടും കോർട്ടിലെത്തിച്ചു. എന്നും അതിരാവിലെ പരിശീലനം. ഞങ്ങൾക്ക് ഈ ഒരു അവസരം ശരിക്കും ഉണ്ടാക്കി തന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസാദ് സാറാണ്. അപ്പോൾ വീട്ടമ്മമാരുടെ ഒരു എന്താ പറയുക ഒരു കൂട്ടായ്മ. ഇപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റത്തെ ടീം തന്നെയാണ് ഇവർ. അപ്പോൾ ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ശരിക്കും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ ഹസ്ബൻഡ്സ് തന്നെയാണ്. അവരെ സപ്പോർട്ടിലേക്ക് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റില്ല. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഒന്നുകൂടെ ഞങ്ങൾക്ക് ബോളൊന്നും ടച്ച് ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. മമ്പാട് UP സ്കൂളിനടുത്തുള്ള കോർട്ടിലാണ് പരിശീലനം. കിഴക്കഞ്ചേരി പഞ്ചായത്തിന്റെയും സ്കൂളിന്റെയും വോളിബോൾ ക്ലബിന്റെയും എല്ലാം പിന്തുണ. പ്രസാദ് എന്ന അധ്യാപകന്റെ നേതൃത്വം. ഞങ്ങൾക്ക് വീണ്ടും കളിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു തമാശയ്ക്ക് പറയണതായിരിക്കും എന്നാണ് വിചാരിച്ച്. അവരെല്ലാവരും കൂടി ഒരു ദിവസം സ്കൂളിലേക്ക് വന്ന് എന്നെ കണ്ടു. അങ്ങനെ ഈ കോർട്ടിൽ കാണിച്ചു കൊടുത്തു. അവരിപ്പോൾ കുറച്ച് ദിവസമായിട്ട് 10-15ഓളം ആളുകൾ കൃത്യമായി രാവിലെ 6 മണി 6:30 ആകുമ്പോഴേക്കും കോർട്ടിലെത്തണം. ഒന്ന് പരിശീലനം ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ അവരുടെ കളിയൊക്കെ മാറ്റം വന്നു. അവരും വളരെ എൻജോയ് ചെയ്ത് വളരെ സ്പിരിറ്റോടുകൂടി കളിക്കുകയാണ്. അവർക്കൊരു മാസ്റ്റേഴ്സ് കളി അങ്ങനെ ഒക്കെ പങ്കെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഇന്ന് അവർ ഒരു ടീമായി ഒത്തിണക്കത്തോടെ കളിക്കുന്നു. പലരും രാവിലെ കുട്ടികളുമായി കോർട്ടിലേക്ക് എത്തുന്നു. അതിരില്ലാത്ത സന്തോഷം പങ്കുവയ്ക്കുന്നു. പുഞ്ചിരിയുടെ ഡിഫൻസ് തീർക്കുന്നു. കരുത്തൊട്ടും ചോർന്നിട്ടില്ലെന്ന് ഓരോ സെർവിലൂടെ ഡിഫൻസിലൂടെ തെളിയിക്കുകയാണ് ഈ വനിതകൾ. കെടാതെ സൂക്ഷിച്ച ഒരു കനൽത്തരി തീയാവുകയാണ്. കിഴക്കഞ്ചേരി എന്ന ഗ്രാമം അതിന് ഇന്ധനമാകുന്നു. രാജീവിനൊപ്പം വിപിൻ C. വിജയൻ, 24 പാലക്കാട്. ഇപ്പോൾ വീട്ടമ്മമാരെല്ലാം കൂടി ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. നല്ലൊരു നമ്മളെ ഈ പാട്ടും ഡാൻസും ഒക്കെ അവർ പൊടിതട്ടി എടുക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ കായിക ലോകത്തേക്ക് വീണ്ടും എത്തുന്ന കാഴ്ച അധികം കണ്ടിട്ടില്ല. എന്തായാലും കൊള്ളാം. കായിക ലോകത്ത് നിന്ന് മാറി നിൽക്കുന്ന വനിതകൾക്ക് ഇതൊരു പ്രചോദനം കൂടിയാണ്. അത് മാത്രം അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം. പ്രവിധിച്ചത് പറഞ്ഞപ്പോഴേ ഇപ്പൊ നമ്മൾ എന്റെയൊക്കെ നാട്ടിലല്ലേ ഇപ്പൊ ഒരുപാട് പേര് ടീം തിരുവാതിര. അതെ, നല്ല രസം. അതായത് വീട്ടമ്മമാര് ഇവര് ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും പണി തീർക്കും. എന്നിട്ട് ഭയങ്കര എനർജിയാണ്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങും ഒരു 6:00. വീട്ടമ്മമാരെ സംബന്ധിച്ച് ജോലി ചെയ്യുന്ന മരുന്നുകളെ കുറിച്ച് അല്ല പറയുന്നത്. വീട്ടമ്മമാരെ സംബന്ധിച്ച് അവർക്ക് ഇത് ഭയങ്കര എന്റെ അമ്മയൊക്കെ അതിന്റെ ഭാഗം എനർജിയാണ് അല്ലെ. മറ്റുള്ളവരെ കാണുക, അതോടൊപ്പം തന്നെ കാരണം അവർ വീടിന് പുറത്തിറങ്ങുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വളരെ നല്ലതാണ്. നമ്മൾ പല കാര്യങ്ങൾക്കും വിമർശിക്കും. പക്ഷെ സോഷ്യൽ മീഡിയക്ക് ശരിക്കും വലിയൊരു പങ്കുണ്ട്. ഇതിന്റെ വീഡിയോസ് ഒക്കെ എടുത്തിടും. നെഗറ്റീവ്സും ഉണ്ട്. അത് ഭയങ്കര രസമാണ്.